ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. ഇനി നമ്മൾ ഇഫ്താറിനും ചൂടിനും ഒക്കെ പറ്റിയ നല്ല ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുറേ വെറൈറ്റി ഡ്രിങ്ക്സൊക്കെ തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഇതൊരു സ്പെഷ്യലാണ്. നമ്മളിതിൽ ഒരുപാട് മധുരമൊന്നും ചേർക്കുന്നില്ല. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണിത്. എല്ലാവർക്കും മധുരം കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഡയബറ്റിക്കിൻ്റെയൊക്കെ പ്രോബ്ലം വരുന്നതുകൊണ്ട് ആർക്കും ഇഷ്ടമാണെങ്കിൽ പോലും കഴിക്കാൻ കഴിയില്ല. പക്ഷേ വല്ലപ്പോഴുമൊക്കെ മധുരം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പുഡിങ് ഇതുപോലെയുള്ള സ്പെഷ്യൽ ഡ്രിങ്ക്സൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കാം. പക്ഷേ ഒരുപാടങ്ങ് മധുരം ആവരുതെന്ന് മാത്രം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണിത്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് സബൂദിന സീഡ് ഇട്ട് കൊടുക്കാം. അതായത് ചൗവരി. അത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു അര കപ്പിൽ താഴെയാണ്. അര കപ്പ് പൂർണ്ണമായിട്ടും എടുത്തിട്ടില്ല. അര കപ്പിൽ താഴെയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് സബ്ജ സീഡ് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചിയ സീഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നമുക്ക് 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ എടുത്ത ശേഷം അത് കുതിരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് നമുക്ക് കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. ഞാൻ ഏകദേശം ഒരു 4 കപ്പോളം പാലെടുക്കുന്നുണ്ട്. അതായത് 4 ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിന് 4 ഗ്ലാസ്സാണ് എടുക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. നമ്മളിങ്ങനെയൊക്കെയുള്ള ഡ്രിങ്ക്സ് അല്ലെങ്കിൽ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് കസ്റ്റാർഡ് പൗഡർ. അപ്പം നമ്മൾ എത്രയാണോ പാലെടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ കസ്റ്റാർഡ് പൗഡർ എടുക്കേണ്ടത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണാണ്. ഇനി അതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാതെ ഈ പൗഡർ നമുക്ക് ഈ പാലിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ പൗഡർ ഒരിക്കലും ഇതുപോലെ തന്നെ പാലിലേക്ക് ഇടാൻ പാടില്ല. ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട പിടിച്ച് അങ്ങനെ തന്നെ കിടക്കും. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം കുറേശ്ശെ ആയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇത് മുഴുവനായിട്ട് നമുക്ക് ഒഴിക്കണം. ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇളക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കട്ടയായിട്ട് തന്നെ കിടക്കും. പിന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഒരുപാട് പഞ്ചസാരയൊന്നും എടുത്തിട്ടില്ല. കുറച്ച് പഞ്ചസാര മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബ്രൗൺ കളറിലെ പഞ്ചസാരയാണ്. നിങ്ങൾക്ക് മധുരം ഒരുപാട് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇടയ്ക്ക് ഈ ചൗരി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചൗരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ്. ചവ്വരി നമ്മൾ അരിച്ചെടുത്തില്ലെങ്കിൽ ഇത് കട്ടയായിട്ട് കിടക്കും. നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് തണുത്ത വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ നമ്മളിത് പാലിലേക്കൊക്കെ ചേർക്കുന്ന സമയത്ത് ഇത് ഉണ്ടയായിട്ട് തന്നെ കിടക്കും. ഇതുപോലെ നമുക്ക് തരിതരി പോലെ കിട്ടില്ല. ചവ്വരിയിൽ നല്ല പശപശപ്പുണ്ട്. അത് മാറ്റിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ അരിച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് അതിലേക്ക് ഇട്ട് വേവിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ അരിച്ച് തന്നെ എടുക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഓരോ തരികളും നമുക്ക് സെപ്പറേറ്റായിട്ട് തന്നെ കിട്ടും. ഞാനിപ്പം ഒരു വട്ടവും കൂടി തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലെ ആ പശപശപ്പൊക്കെ കളഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാല്, നമ്മൾ നേരത്തെ കസ്റ്റാർഡ് പൗഡർ ചേർത്ത പാല് തിളച്ചിട്ടുണ്ട്. അത് തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ നമുക്ക് ഈ പാൽ ഒരുപാട് കട്ടിയിലായിരിക്കും കിട്ടുക. അതിനനുസരിച്ച് വേണം പൗഡർ ചേർത്ത് കൊടുക്കാൻ. ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് നന്നായിട്ട് തണുത്ത് കിട്ടണം. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം.
ഇപ്പം ഞാൻ പാലൊക്കെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന സബ്ജ സീഡ് ചേർത്ത് കൊടുക്കാം. സബ്ജ സീഡ് ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തില്ല, ഒരു 1 1/2 സ്പൂണ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സബൂദന സീഡ് ഒന്ന് കട്ടിയായിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ വെള്ളത്തിലൊന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം വീണ്ടും ഞാൻ ഒന്നുകൂടി അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ആ വെള്ളമെല്ലാം കളഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. ഇപ്പം ഞാൻ ഡേറ്റ്സ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കാരണം ഇതിലൊക്കെ പൊടി ഉണ്ടാവും. അപ്പം നമ്മൾ എപ്പോഴും ഡേറ്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത് കഴുകാൻ മറക്കണ്ട. ഞാനിപ്പോൾ ഏകദേശം 5 ഡേറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. ഇത് വലിയ ഡേറ്റ്സ് ആണ്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫ്രൂട്ട്സ് ആണ്. ഞാനിപ്പോൾ ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പോമിഗ്രാനേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കറുത്ത മുന്തിരി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒട്ടും പുളിയില്ലാത്ത മുന്തിരിയാണിത്. ഇനി നമുക്കിതെല്ലാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് പുളിയില്ലാത്ത ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. പുളിയില്ലാത്ത മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ പഴം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്ക് 2 ആൾക്കും പഴം ഇതിനകത്ത് ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് ആണ്. നേരത്തെ എടുത്ത ഡേറ്റ്സ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ചേർത്തതെന്ന്. കാരണം ഡേറ്റ്സ് ചേർക്കുന്നതുകൊണ്ടാണ് പഞ്ചസാര കുറച്ച് ചേർത്തത്. അപ്പം ഡേറ്റ്സൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് ചേർക്കുക. അപ്പം നമുക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വേണേൽ നമുക്ക് ഈ സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് വാനില എസൻസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ചേർക്കുന്ന സമയത്ത് നമുക്കിതൊരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റിൽ കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ എടുക്കുന്ന ഡേറ്റ്സ് കട്ടിയുള്ള ഡേറ്റ്സ് ആണെങ്കിൽ നമുക്കത് കുറച്ച് പാലിൽ അരിഞ്ഞ ശേഷം പാലിൽ കുതിർത്ത് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പം ഞാൻ ചേർത്ത ഡേറ്റ്സിന് കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല, നല്ല ഡേറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഡേറ്റ്സൊക്കെ ചേർക്കുമ്പം നമ്മുടെ ശരീരത്തിലേക്ക് നന്നായിട്ട് അയൺ എത്തും. അപ്പം അതൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ചേർത്ത് തന്നെ ഇതുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഈ രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരിത് കഴിച്ചോളും. നമുക്കിതൊരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നല്ല ഹെവി ആയിട്ട് തന്നെ നമുക്ക് നിൽക്കും. പക്ഷെ നമുക്കൊരു ഗ്ലാസ് കുടിച്ചാലൊന്നും മതിയാവില്ല. നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രത്തോളം നല്ലൊരു ഡ്രിങ്കാണിത്. നമുക്ക് ഉണ്ടാക്കാൻ അധികം ബുദ്ധിമുട്ടുമില്ല. ആ ഒരു പാല് തിളപ്പിക്കുന്നതും പിന്നെ ഒരു ചവ്വരി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ. ഈ ഇഫ്താറിനൊക്കെ പലരും ഇങ്ങനത്തുള്ള ഡ്രിങ്ക്സൊക്കെ തയ്യാറാക്കുന്നുണ്ടാവും. പക്ഷേ ഞാനിത് എൻ്റേതായ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെയാണ് തയ്യാറാക്കാറ്. ഇതിന് നമ്മളെ ചെടിപ്പിക്കുന്നത്ര മധുരമൊന്നുമില്ല. നമ്മൾ ആ ഡേറ്റ്സ് ഇതിനകത്തിടുമ്പം ഇട്ട് കഴിക്കുന്ന സമയത്ത് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പം ഞാൻ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നത് കുറച്ച് സബൂദന സീഡും പിന്നെ സബ്ജ സീഡും ആദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച ശേഷം പിന്നീട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിൽക്കും കൂടെ ഒഴിക്കുകയാണ്. അതിനുശേഷം നമുക്ക് മുകളിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ ഗ്ലാസ്സിലുമാക്കി ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കി അഭിപ്രായം പറയാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.